അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, വലിയ ഭാഗ്യമുള്ളവരാണ്, വലിയ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. കാരണം അള്ളാഹുവിൻ്റെ അറിവ് പഠിക്കാൻ ഇറങ്ങിയ മക്കളാണ്. പലരും ഈ സമയത്ത് കടന്നുറങ്ങുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം തന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. താരീഖ് ലുഗത്തുൽ അറബിയ്യ ഖുറാസിയാണ്. നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ദുറൂസിൻ്റെ 5ാമത്തെ പാഠം, അതിൻ്റെ ഖുറാസിയാണ് നോക്കുന്നത് കേട്ടോ. അവിടെ ശരിക്ക് നേരെ ശരിയുടെ ചിഹ്നം മലയാളപ്പെടുത്താനാണ്. ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. ഫീ എന്നാണോ ഖീ എന്നാണോ ലീ എന്നാണോ? ലീ. അൽ ഐൻ എന്ന അറബി പദത്തിനുള്ള അർത്ഥങ്ങൾ 35, 55, 45. 35. അറബി ഭാഷ ചരിത്രത്തിൻ്റെ ഘട്ടങ്ങൾ 7, 3, 5. 5. ജാഹിലിയ്യ കാലത്ത് പ്രധാന സാഹിത്യ രൂപങ്ങളായിരുന്നു ഖിതാബത്ത് കവിത, നഹ്വ്, സർഫ്, ബലാഗത്ത്, അറുതൊക്കെ ഓരോന്നട്ടോ. ബലാഗത്ത് പറയും, അറുപത് പറയും. ഖിതാബത്ത് കവിത. നുബയ്യിനു വ്യക്തമാക്കാം, വ്യക്തമാക്കുക കേട്ടോ. അറബി ഭാഷ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകൾ. അറബി ഭാഷയുടെ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകൾ. ഒരക്ഷരം കൊണ്ട് തന്നെ ആശയവിനിമയം സാധ്യമായ ഭാഷ. 1. കുറച്ചു വാക്കുകൾ കൂടുതൽ ആശയം പ്രകടിപ്പിക്കാൻ സാധ്യമാകുന്ന ഭാഷ. മനുഷ്യ പ്രകൃതി അനുസരിച്ച് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതാവുന്ന ഭാഷ. ലളിതമായ ലിപിയുള്ള ഭാഷ. 2. അറബി ഭാഷ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ കാരണമെന്ത്? ഇസ്ലാമിക പ്രബോധനവും മുസ്ലിങ്ങളുടെ ഭരണവും ആണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ കാരണം. മുസ്ലിം പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ പ്രബോധനവുമായി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോയപ്പോൾ അവരുടെ സംസാര ഭാഷ അറബിയായിരുന്നു കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുമായി അവർ പഠിക്കേണ്ടി വരും. അപ്പോൾ അറബി അവരെയും ഭാഷയായി വന്നിട്ടുണ്ട്. 3. ഇതര ഭാഷകളിലുള്ള 4 അറബി പദങ്ങൾ എഴുതുക. അറബി പദങ്ങളാണ്, അത് മറ്റുള്ള ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ അറബി പദങ്ങൾ: കിതാബ്, ബുക്ക്; ഖിസാന, അലമാരക്ക് ഖിസാന, സൂക്ഷിക്കുന്ന സ്ഥലം; വക്കീൽ, വക്കീൽ നമ്മുടെ വക്കീലില്ല, കോടതിയിലത്തെ വക്കീൽ, മലയാളമല്ല, അറബിയാണ്. മുൻസിഫ്, ഇൻസാഫ് എന്നൊക്കെ പറയും. മുൻസിഫ് കോടതി എന്നൊക്കെ പറയും, മുൻസിഫ്. അപ്പോൾ അതും മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അറബിയാണ്. അങ്ങനെ അറബിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ചില പദങ്ങളൊക്കെയാണത്. 4. അറബി ഭാഷ ചരിത്രത്തിൻ്റെ വിഷയങ്ങൾ എന്തെല്ലാം? അറബി ഭാഷ ചരിത്രം പഠിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കണം? ജാഹിലിയ്യ കാലത്തുള്ള സാഹിത്യം പഠിക്കണം, ചരിത്രം പഠിക്കണം. ഇസ്ലാമിക കാലത്തുള്ള ചരിത്രം പഠിക്കണം. അബ്ബാസി കാലത്ത് ചരിത്രം പഠിക്കണം. ഉസ്മാനി കാലം, ആധുനിക 5 ജാഹിലിയ്യ കാലം, ഇസ്ലാമിക കാലം, അബ്ബാസിയ കാലം, ഉസ്മാനിയ കാലം, ആധുനിക കാലം. ആധുനിക അറബി സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തി എന്തെല്ലാം? ഈ ആധുനിക അറബി സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തി എന്തെല്ലാം? ഈ ആധുനിക കാലത്തിൽ ചില സംഭവങ്ങളൊക്കെ അറബി ഭാഷയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കാം. എന്തൊക്കെ സംഭവിച്ചത്? ഓറിയന്റലിസ്റ്റുകളും പാശ്ചാത്യ യുക്തി ചിന്തയും, നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണവും, ഇംഗ്ലീഷ് അധിനിവേശവും, പാശ്ചാത്യ ബന്ധങ്ങളും. ഇതൊക്കെ കാരണം അറബികളും നല്ല എന്ത് ചെയ്ത് പച്ച അറബി പറയത്ത അവസ്ഥയ്ക്ക് എത്തിക്കണം. അവർ ഇംഗ്ലീഷും അറബിമാരെ കൂട്ടി പറയുന്ന അവസ്ഥയ്ക്ക് എത്തിക്കണത് ഈ കാരണങ്ങളൊക്കെ കേട്ടോ. ഇനക്തുബ് ഫിക്ര, ഒരു ഫിക്ര ഇതാണ്, നമുക്കൊരു ഗണ്ണിക തയ്യാറാക്കാം. അറബി ഭാഷയുടെ ആന്തരിക പ്രത്യേകതകൾ. 1. ഒരക്ഷരം ഉപയോഗിച്ച്
ആശയവിനിമയം നടത്താൻ കഴിയും. 2 ചുരുങ്ങിയ വാക്കുകൾ കൂടുതൽ ആശയം പ്രകടിപ്പിക്കാൻ കഴിയും. 3 ലളിതമായ ലിപി. അറബി ഭാഷക്കുണ്ട് ലളിതമായ ലിപിയുണ്ട്. പിന്നെ മനുഷ്യ പ്രകൃതി അനുസരിച്ച് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതാവുന്ന ഭാഷയാണിത്. പിന്നെന്താണ്? പര്യായ പദങ്ങളുടെ ആധിക്യവും. ഒരേ പദത്തിന് തന്നെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാകുന്നതും ഈ ഭാഷയുടെ ആന്തരിക പ്രത്യേകതകളിൽ ചിലതാണ്. 2 അറബി ഭാഷാ ചരിത്രത്തിൻ്റെ 5 ഘട്ടങ്ങൾ. നേരത്തെ പറഞ്ഞതിനെ ഒന്നും കൂടി സാറാക്കി പറയാം. ജാഹിലിയ കാലം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് മുമ്പുള്ള കാലഘട്ടം ജാഹിലിയ കാലം. ഇസ്ലാമിക കാലം നബുവത്ത് മുതൽ ഖിലാഫത്തിൻ്റെ പതനം വരെ. പിന്നെ ഖിലാഫത്തിൻ്റെ പതനം കഴിഞ്ഞപ്പോൾ അബ്ബാസി കാലം അത് അഥവാ ഖിലാഫത്തിൻ്റെ പതനം മുതൽ ബഗ്ദാദ് തകരും വരെ. ഉസ്മാനി കാലം അഥവാ പിന്നീട് അഥവാ ബഗ്ദാദ് തകർന്നത് മുതൽക്ക് 1220 ഹിജ്റ 1220 വരെ. പിന്നെ ആധുനിക കാലം 1220 പിന്നിട്ടുള്ള കാലം. പിന്നീടുള്ള കാലം 1220 ശേഷമുള്ള കാലഘട്ടത്തെ പറ്റി ആധുനിക യുഗം എന്ന് പറയുന്നു. അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ വളർച്ച അബ്ബാസി ഭരണകാലത്ത് എങ്ങനെയായിരുന്നു? അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ സുവർണകാലം ആണ് അബ്ബാസി ഭരണകാലം. അതിനായിട്ട് അബ്ബാസി ഭരണകാലം പരിഗണിക്കപ്പെടുന്നത്. ഈ കാലത്ത് ഗദ്യ പദ്യ പ്രഭാഷണം എന്നിവയ്ക്ക് പുറമെ ഇസ്ലാമിക വിജ്ഞാനങ്ങളും ഭൗതിക ശാസ്ത്രങ്ങളും വളരുകയും ധാരാളം കൃതികൾ രചിക്കപ്പെടുകയും ചെയ്തു. ലോകത്ത് ആദ്യ യൂണിവേഴ്സിറ്റികളായ ജാമിയത്തുൽ ഹർബീൻ, അൽ ഹസർ എന്നിവ സ്ഥാപിതമായതും ഇക്കാലത്താണ്. 4 മദ്ഹബിൻ്റെ ഇമാമുകളും അസ്ഹാഉസിത്തായുടെ രചയിതാക്കളും ജീവിച്ചത് അബ്ബാസി കാലത്താണ്. തഖ്സീസ് ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്. എന്താണ്? അറബി ഭാഷയുടെ സൗന്ദര്യം എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. ലോകത്ത് ഏറ്റവും പ്രധാനമായ ഭാഷകളിൽ ഒന്നാണ് അറബി. അതൊരു ആധുനിക ഭാഷ കൂടിയാണ്. ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെയും ഖുർആന്റെയും അന്ത്യപ്രവാചകന്റെയും സ്വർഗത്തിലെയും ഭാഷയാണ് അറബി. മുസ്ലിങ്ങളുടെ ആരാധനയുടെയും ഭാഷയാ മാത്രമല്ല, പരസ്പര ബന്ധത്തിൻ്റെയും മുസ്ലിമീങ്ങളുടെ ആരാധനയുടെയും പരസ്പര ബന്ധത്തിൻ്റെയും ഭാഷയായ ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുകൂടിയാണ് അറബി. ഇസ്ലാമിക പ്രബോധനത്തിലൂടെയും മുസ്ലിം ഭരണത്തിലൂടെയും ആണ് അറബി ഭാഷ ലോകത്തിൻ്റെ ഭാഷയായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിച്ചേർന്നത്. അറബി ഒരു സമൃദ്ധ ഭാഷയാണ്. 2 താലാട്ടോ. സമൃദ്ധ ഭാഷയാണ്. അറബി ഭാഷയുടെ ആന്തരിക പ്രത്യേകതകൾ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരക്ഷരം ഉപയോഗിച്ച് തന്നെ ആശയം പൂർണ്ണമായി കൈമാറാൻ ഈ ഭാഷയിൽ സാധിക്കും. ഉദാഹരണത്തിന് ലി എന്നാൽ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. വളരെ കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം പ്രകടിപ്പിക്കാനുള്ള ശേഷിയും ലളിതമായ ലിപിയും മനുഷ്യ പ്രകൃതിക്കനുസരിച്ച് വലത്തുനിന്ന് എഴുതുന്ന രീതി എന്നിവ ഇതിൻ്റെ സൗന്ദര്യമാണ്. ഒരേ പദത്തിന് അനേകം അർത്ഥങ്ങൾ വരുന്നതും. ഉദാഹരണത്തിന് അൽ ഐൻ
എന്നതിന് 35 അർത്ഥങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് തന്നെ ധാരാളം പര്യായ പദങ്ങൾ ഉള്ളതും മേഘം 50 പദങ്ങൾ അറബി ഭാഷയുടെ ഉദാഹരണം. മേഘത്തിന് 50 പദങ്ങൾ ഉണ്ട്. അറബി ഭാഷയുടെ അതിവിശാലതയും സൗന്ദര്യവും വ്യക്തമാക്കുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ.